കനേഡിയൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് കസ്റ്റംസ് നികുതി വർദ്ധിപ്പിക്കാനുള്ള നിയുക്ത യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിനെതിരെ രൂക്ഷമായി പ്രതികരിച്ചിരിക്കുകയാണ് കാനഡ. ഉൽപ്പന്നങ്ങളുടെ കസ്റ്റംസ് തീരുവ വർദ്ധിപ്പിച്ചാൽ അത് അമേരിക്കക്കാരെ സാരമായി ബാധിക്കുമെന്ന് കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറയുന്നു. മാത്രമല്ല, അമേരിക്കയുമായി വ്യാപാര യുദ്ധം ഉണ്ടായാൽ അതിന് തങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും മെലാനി വ്യക്തമാക്കി. സമീപകാലത്ത് കാനഡയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ഏറ്റവും വലിയ വ്യാപാര യുദ്ധമായിരിക്കും ഇതെന്നായിരുന്നു വിദേശകാര്യമന്ത്രി മെലാനി ജോളിയുടെ പ്രസ്താവന. അമേരിക്കക്കാർ തങ്ങൾക്കെതിരെ ഒരു വ്യാപാര യുദ്ധം ആരംഭിക്കും. ഇതിനെ പ്രതിരോധിക്കാൻ പരമാവധി സമ്മർദ്ദം ചെലുത്താൻ ഞങ്ങൾ തയ്യാറാണെന്നും വാഷിംഗ്ടണിൽ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞു. ട്രംപ് നികുതി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ കാനഡയ്ക്ക് നിരവധി നടപടികളുണ്ടെന്ന് പറഞ്ഞ വിദേശകാര്യമന്ത്രി അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ കനേഡിയൻ ഉപഭോക്താക്കളെ സ്വാധീനിക്കുമെന്നും കൂട്ടിച്ചേർത്തു. സ്റ്റീൽ ഉൽപ്പന്നങ്ങൾ, ടോയ്ലറ്റ് സിങ്കുകൾ എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന സെറാമിക്സ്, ഗ്ലാസ്വെയർ, ഓറഞ്ച് ജ്യൂസ് എന്നിവയുൾപ്പെടെ യുഎസിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഉയർന്ന തീരുവ ചുമത്തുന്നത് കാനഡ പരിഗണിക്കുന്നുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തു. കനേഡിയൻ ഇറക്കുമതിക്ക് 25% കസ്റ്റംസ് നികുതി ഏർപ്പെടുത്താൻ നിർദ്ദേശിച്ചതിന് പിന്നാലെയാണ് കാനഡ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തയാഴ്ച വൈറ്റ് ഹൌസിലേക്ക് തിരിച്ചെത്തുന്ന ട്രംപ് മെക്സിക്കോ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക വിദേശനയ പദ്ധതികളുടെ ഭാഗമായാണ് കനേഡിയൻ ഇറക്കുമതിക്ക് കൂടുതൽ നികുതി ചുമത്താൻ തീരുമാനിച്ചത്. അതേസമയം കാനഡയെ യുഎസിന്റെ 51ാം സ്റ്റേറ്റ് ആക്കണമെന്ന ട്രംപിന്റെ ആവശ്യവും രാജ്യത്തെ ചൊടിപ്പിച്ചിരുന്നു. നോട്ട് എ സ്നോബോൾ ചാൻസ് ഇൻ ഹെൽ എന്ന ഇംഗ്ലീഷ് പ്രയോഗം ഉപയോഗിച്ചായിരുന്നു ട്രംപിന് ജസ്റ്റിൻ ട്രൂഡോ മറുപടി നൽകിയത്. കാനഡ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ ഭാഗമാകുമെന്നത് അസാധ്യമാണെന്നും അതിന് നേരിയ സാധ്യത പോലും ഇല്ലെന്നും ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു. വ്യാപാരത്തിലും സുരക്ഷയിലും വലിയ പങ്കാളികളായി തുടരുന്നതിന്റെ ആനുകൂല്യം ഇരു രാജ്യങ്ങളിലെയും തൊഴിലാളികൾക്കും ജനസമൂഹത്തിനും ലഭിക്കുമെന്നും ജസ്റ്റിൻ ട്രൂഡോ എക്സിൽ കുറിച്ചിട്ടുണ്ട്.